ഞാനാണെങ്കിൽ ഓണത്തിന് മുമ്പ് തന്നെ ഷാർജയിലേക്ക് തിരിച്ചു പോകുമേ, അതുകൊണ്ട് ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് ഒരു കുഞ്ഞു സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ രാവിലെ നല്ല എളുപ്പമായിരുന്നു. അപ്പോൾ അവിയലൊക്കെ ആദ്യം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇന്നാണെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലല്ല അവിയൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്നെ സഹായിക്കാൻ വരുന്നൊരു ചേച്ചിയുണ്ട്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു തന്ന കൂട്ടാണ് ഞാൻ ഇന്ന് അവിയലിനായിട്ട് ഉപയോഗിക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് ചെറിയുള്ളി, ജീരകം, പിന്നെ ഒരല്പം കടുക്, കറിവേപ്പില ഇത്രയുമാണെങ്കിൽ ഒന്ന് ചതച്ചിട്ട് ഈ ഒരു അവിയലിൻ്റെ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കഷ്ണങ്ങൾ വേകുന്ന നേരത്തിൽ ഇതിന് വേണ്ടി തേങ്ങയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. അത് കഷ്ണം വെന്തതിലേക്ക് ചേർത്തിട്ട് ഈ ഒരു അരപ്പും കൂടി വേകാനായിട്ട് ഒരു 10 മിനിറ്റും കൂടി അടച്ചു വെച്ചിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇന്നലെ ആണെങ്കിൽ പയർ അരിഞ്ഞ് വെച്ചായിരുന്നു. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഈ ഒരു പയറിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യും. ഈ സമയം അവിയലും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി തൂങ്ങിയപ്പോഴത്തേന് അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി പരിപ്പ് കറിക്കായിട്ടുള്ള തേങ്ങയും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുതിരാനായിട്ട് വെച്ച പരിപ്പാണെങ്കിൽ കുക്കറിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും ഇട്ടു. അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ട് പരിപ്പൊന്ന് വേകട്ടെ. പരിപ്പ് വെന്ത് കഴിയുമ്പോഴത്തേന് ഈ അരച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയും അല്പം ജീരകവും വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തേങ്ങ അരച്ചെടുത്താണ്. ഇനി ഇത് നന്നായിട്ട് ചൂടാക്കി മാറ്റി വെച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് കുറച്ചേറെ ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ബ്രൗൺ കളറായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങയുടെ ഇട്ട് കൊടുക്കാം. തേങ്ങയും നന്നായിട്ട് ബ്രൗൺ കളറായി കഴിയുമ്പം പരിപ്പിലേക്ക് ചേർത്തിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേന് നമ്മുടെ തോരനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തോരൻ ഞാൻ പാത്രത്തിലേക്ക് പകർത്തി വെച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഒരു അടപ്രഥമനും കൂടി ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ കുക്കറിലേക്ക് വെള്ളം തിളപ്പിച്ചിട്ട് അടയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് 1 മണിക്കൂർ വെച്ച് കഴിയുമ്പോഴത്തേന് അട വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ശർക്കര പാനിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുന്നുണ്ട്. അടയാണെങ്കിൽ കുറച്ച് കൂടിപ്പോയി, ഇത്ര അടയുടെ ആവശ്യമില്ലായിരുന്നു. ഞാൻ പിന്നെ പോകുമായതുകൊണ്ട് ഇവിടെ വെച്ചിരുന്നാലും മമ്മി ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് മുഴുവൻ അട അങ്ങ് എടുത്തതേ ഉള്ളൂ. അടപ്രഥമനെല്ലാം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് തേങ്ങാപ്പാലിലാണ്. ലാസ്റ്റിലാണ് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നെയ്യിൽ വറുത്തും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് കഴിക്കാനുള്ള വാഴയിലേക്ക് ഞാൻ വെട്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മോൻ എല്ലാ സാധനങ്ങളും എടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ ഞാൻ ഇഞ്ചിക്കറിയും വെള്ളരിക്ക പച്ചടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ അവിയലും തോരനും മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. അപ്പം ഓൾമോസ്റ്റ് എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു സദ്യ ഞാൻ ഉണ്ടാക്കിയത് സ്പെഷ്യലായിട്ടും മോനും മമ്മിക്കും വേണ്ടിയാണ്. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ മമ്മി ഒറ്റയ്ക്കാണല്ലോ ഓണത്തിൻ്റെ ദിവസം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു ഓണസദ്യ ഉണ്ടാക്കി എല്ലാവരും കൂടി കഴിച്ചിട്ട് പോയൊരു സന്തോഷമായിരിക്കുമല്ലോ. അപ്പോഴാണെങ്കിൽ മോന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ എല്ലാം വിളമ്പിയിട്ടുണ്ട്. ഇതിൽ പകുതി സാധനം ഇവൻ കഴിക്കണമല്ല, തോരനോ അവിയലും മാത്രമേ ആൾ കൂട്ടത്തുള്ളൂ. എന്നാലും ഞാൻ എല്ലാം തന്നെ വിളമ്പി കൊടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഞങ്ങളുടെ ഓണസദ്യ ഇന്നത്തെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.